എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? രാഷ്ട്രീയത്തിലുപരി എങ്ങനെയുള്ള ഒരു സർക്കാർ, എങ്ങനെയൊരു ഭരണകൂടം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവില്ലേ? ജനാധിപത്യ വിശ്വാസിയാണ് താൻ. എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്. ജനാധിപത്യത്തിന്റെ ഘട്ടത്തിൽ അങ്ങയുടെ പേരടക്കം അതെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എംഎൽഎയും മന്ത്രിയും ഒക്കെ ആകുകയാണ്. അത് കഴിവുള്ള, തീർച്ചയായിട്ടും ഒത്തിരി കഴിവുള്ള നടന്മാരും അതെ നടനായിരിക്കും. പിഷാരടി ജയിക്കോ? പിഷാരടി ഏതാ? ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു. പിഷാരടി എന്താ? ആണോ? നമുക്ക് പിഷാരടി വിളിച്ചു ചോദിക്കാം. കേരളത്തിലെ തുടർഭരണം ഉണ്ടാവുമോ? നല്ല ഭരണം ഉണ്ടാവട്ടെ. ഏത് ഭരണമാണെങ്കിലും, തുടർഭരണമാണെങ്കിലും തുടരാത്ത ഭരണമാണെങ്കിലും നല്ല ഭരണം ഉണ്ടാവട്ടെ എന്നാണ് എല്ലാ ജനങ്ങളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. ആരംഭത്തിൽ അപമാനം. നീ ലെഫ്റ്റ് വരുമോ? ഏതാ? ലെഫ്റ്റ് വരുമോ? ലെഫ്റ്റ് വരുമോന്നോ? അതൊന്നും ആലോചിച്ചു പോയതാണ്. ലെഫ്റ്റും റൈറ്റും സ്ട്രൈറ്റും എല്ലാം ആവട്ടെ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്താണെങ്കിലും സ്ട്രൈറ്റ് ആവട്ടെ എന്നുള്ളതാണ്. ഇടതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അത് നേരെ ആവട്ടെ എന്നുള്ളതാണ് എല്ലാ ജനങ്ങളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അതെ, പൊന്നോ വേണ്ട. എനിക്കിപ്പോ ഉള്ളത് തന്നെ സിനിമ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ഉറക്കക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.